ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. സൈലം ICDS PSCയുടെ ചില ടിപ്സുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, എല്ലാവരും എക്സാമിൻ്റെ സമയമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിപ്പറേഷനൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കാം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ കയറാവുന്ന എക്സാമുമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ICDS എക്സാമിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ ഒന്ന്, അതിൽ അപ്ലിക്കൻസ് കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അപ്ലിക്കൻസ് കുറവാണെന്ന് പറഞ്ഞാൽ മറ്റു പരീക്ഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്ലിക്കൻസ് കുറവാണ്. കാരണം ചില പ്രത്യേക സബ്ജക്റ്റുകൾക്ക് മാത്രമാണ് അത് എഴുതാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അതിനകത്ത് വളരെ ചിട്ടയോടുകൂടി മറ്റു PSC പരീക്ഷയെ പോലെ ഉള്ള ഏരിയകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് കയറി വരുന്നൊരു പരീക്ഷയല്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനകത്തു നിന്നുള്ള, ഏതാണ് നമ്മുടെ പെർട്ടിക്കുലറായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ്, അതിനകത്ത് നിന്ന് മാത്രമായിട്ട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കണ്ടെത്തി റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുന്ന ഒരു പരീക്ഷയും കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വളരെ അടുത്ത് തന്നെ പരീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനി അധികം സമയമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സാമായി. പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി അതിനെ ഒന്ന് റിവിഷൻ നടത്തി ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എത്രത്തോളം നമ്മൾ എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഫോക്കസിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. അത് 25 മാർക്കായിട്ട് 4 സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. സൈക്കോളജി, അതേപോലെ തന്നെ സോഷ്യൽ വർക്ക്, അതേപോലെ സോഷ്യോളജി, ഹോം സയൻസ്, ഇങ്ങനെ 4 കാറ്റഗറിയാണ് എന്നെല്ലാവർക്കും അറിയാം. ഈ 4 കാറ്റഗറിയിൽ നിന്നും വളരെ കൃത്യമായിട്ടുള്ള സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. സിലബസിൻ്റെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം, സിലബസിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള, കുറച്ച് വൈഡായിട്ട് കാണുന്നുണ്ട്. പലതരത്തിലുള്ള കോൺസെപ്റ്റുകളൊക്കെ അതിൽ കാണുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം തന്നെയാണ്, ഡാറ്റാ ബേസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ അതുപോലെ തന്നെ ഉള്ള ചോദ്യം ആവണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ കൂടി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പരീക്ഷയ്ക്ക് നമ്മൾ പോവേണ്ടത്. ഈ ഡാറ്റാ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാം രീതി എന്നതിൽ മാത്രം നിൽക്കാതെ കുറേ കൂടി കൺസെപ്റ്റ് ലെവലിൽ എങ്ങനെയാണ് ചില കാര്യങ്ങൾ, കൺസെപ്റ്റ് ലെവലിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിൽ കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. അതേപോലെ തന്നെ അതാണ് രണ്ടാമത് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം. ഇനി ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിനും സിവിൽ സർവീസിനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേണൊക്കെ നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഒരു പാറ്റേൺ കിട്ടും. അതേപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് മിക്കവാറും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, ഇപ്പോൾ സൈക്കോളജി പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, വില്യം വുണ്ട് ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി സ്ഥാപിച്ചത് എവിടെ, ഡിഗ്രിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ എടുത്തു നോക്കിയാൽ വിമുക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വിമുക്തി ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് മനസ്സിലാവണം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്താണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ വിമുക്തി കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലഹരി നിർമ്മാർജ്ജന പദ്ധതിയാണ്, സർക്കാരിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് മറ്റൊന്ന്. അതങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും കുറേ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാനുള്ള ഒരു സ്കിൽ പ്രാക്ടീസ് ചെയ്തെടുത്താൽ റാങ്ക് ലിസ്റ്റിൽ എത്താവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇപ്രാവശ്യത്തെ പരീക്ഷയും അങ്ങനെ തന്നെ ഈ സിലബസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ചിട്ടയോടുകൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്താവുന്ന ഒരു പരീക്ഷ തന്നെയാണ് നമുക്ക് ഉള്ളത്. ഇനി നോക്കാം, ഇനി നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് ഇതിനെ നമ്മൾ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് സിലബസ് ബേസ് ചെയ്ത് നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് നോക്കാം. അപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 ഇയറുകളാണ് ചോദിച്ചത്. ഇയറുകൾ നിങ്ങൾ നോക്കി കണ്ടിട്ടുണ്ടാവും. ഒന്ന് ഈ സൈക്കോളജി ഭാഗത്തു നിന്നൊരു ഇയർ, അതേപോലെ തന്നെ മറ്റൊന്ന് ഒരു ആക്ട് വന്നിട്ടുള്ള ഇയർ ഏതാണ്, പോക്സോ ബന്ധപ്പെട്ട, ഇങ്ങനെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഇയറുകൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ഏരിയകളിലുള്ള വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ
സയൻറ്റിഫിക് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ നമ്മൾ സൈക്കോളജിയിലും അതേപോലെ സോഷ്യൽ വർക്കിലൊക്കെ ഉള്ള കോൺസെപ്റ്റുകൾ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹോം സയൻസിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് അത് വന്നിട്ടുണ്ട്. റിഫ്ലക്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ബേസിക്കുമാണ്. പക്ഷേ നിങ്ങളുടെ സിലബസിൽ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ലെവലിലോ PG ലെവലിലോ ഒക്കെ കൃത്യമായി പഠിച്ചിട്ടുള്ള ഭാഗവുമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ഒന്ന് പഠിച്ചത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട്. ഇനി രണ്ടാമത്തെ ഒരു രീതി ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സംഗതി എന്ന് പറയുമ്പോൾ പുതിയ ചില മാറ്റങ്ങൾ, അതേപോലെ നമ്മുടെ സർക്കാർ പദ്ധതികളിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതേപോലെ രാജ്യത്ത് മൊത്തം ചില പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ചില പദ്ധതികൾ ആവിഷ്കരിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പോവർട്ടി അലീവിയേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ എടുത്ത് നോക്കാം. പോവർട്ടി അലീവിയേഷൻ എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ പുതിയ പദ്ധതികൾ, ഈ അടുത്ത കാലത്തായിട്ടുള്ള ന്യൂജൻ ആയിട്ടുള്ള കുറേ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം നമ്മൾ റെഫർ ചെയ്ത് വെക്കണം, പഠിച്ചിരിക്കണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. റെഫറൻസിൻ്റെ കാര്യം ഞാൻ പറയാം, ഏത് രീതിയിലുള്ള റെഫറൻസാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള പുതിയ പദ്ധതികൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമുക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി എടുത്തു വെക്കണം, പഠിച്ചു വെക്കണം. എല്ലാ ഡയറ്റുകളും നമ്മൾ എടുത്തു വെക്കണം. അതിനൊരു പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് പ്രിവെൻഷൻ എന്നുള്ള പാർട്ട് പറയുമ്പോൾ വിമുക്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് അതിലെ ഒരു പ്രത്യേകത. അതേപോലെ ഈ പോവർട്ടി അലീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ ആയിട്ടുള്ള കുറേ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതേപോലെ പ്രധാനമന്ത്രിയും അതേപോലെ പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ആ രീതിയിലുള്ളൊരു പഠനം വളരെ പ്രധാനമായിരിക്കും. അതേപോലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്ജെൻഡർ സ്കൂൾ ഏതാണ് ഫസ്റ്റ് എന്നുള്ളതാണ്. പിന്നീട് കുറേ മാറ്റങ്ങളും കുറേ തരത്തിൽ പുതിയ പുതിയ കാര്യങ്ങളും ട്രാൻസ്ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പോളിസി ആവിഷ്കരിച്ച സംസ്ഥാനം, അതേപോലെ ജെൻഡർ പാർക്ക്, ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു കറണ്ട് അഫേഴ്സും കൂടിയാണ്. അതേപോലെ നമ്മുടെ വിമൻ ഇൻ ഗവേണൻസ് എന്നുള്ളൊരു യൂണിറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിലബസ് പാർട്ട് വരുമ്പോൾ അവിടെയും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രധാനപ്പെട്ടത് കാണാം. 2023 തന്നെ അല്ലെങ്കിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന വിമൻ റിസർവേഷൻ ബില്ലിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പ്രത്യേക പേരുകൾ, അതേപോലെ അതുമായി ബന്ധപ്പെട്ട് അതെന്ന് ഏത് സമയത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പാർട്ട് അതിൽ വരുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് റീസെൻ്റായിട്ട് പ്രധാനമന്ത്രിയും അതേപോലെ ഇന്ത്യൻ ഫിനാൻസ് മന്ത്രാലയമൊക്കെ SHGയെ കുറിച്ച് പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിന് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇതെല്ലാം കറണ്ട് അഫേഴ്സാണ് ശരിക്കും. ഇതൊക്കെ ശരിക്ക് നമ്മൾ നോക്കി വെക്കണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് പിന്നീട് നമ്മളതിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ റെഫറൻസിൻ്റെ കാര്യത്തിലാണ് ഞാനത് പറഞ്ഞത്. റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പുസ്തകങ്ങൾ, ഈ +2 തലത്തിലുള്ള, ഡിഗ്രി തലത്തിലുള്ള, PG തലത്തിലുള്ള പുസ്തകങ്ങൾ, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ, യൂണിവേഴ്സിറ്റികൾ അതത് സബ്ജക്റ്റുകൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് ഒന്ന് നമ്മൾ ആധാരമാക്കി പഠിക്കേണ്ടത്. കാരണം അത് കുറേ കൂടി ബേസിക്കലായിട്ടുള്ള ഇൻഫോർമേഷൻ, സിലബസ് ബേസ് ചെയ്ത ഇൻഫോർമേഷനുകൾ ഉണ്ടാവും. അതിൻ്റെ ചുവട് വെച്ചുകൊണ്ട് ഉള്ള റെഫറൻസുകളാണ് നടത്തേണ്ടത്. അപ്പോൾ നമുക്കൊരു അടിസ്ഥാനം കിട്ടും എവിടെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടതെന്നുള്ളത്. സിലബസ് വൈഡായിട്ട് അങ്ങനെ കിടക്കും ശരിക്കും. ആ വൈഡായിട്ട് കിടക്കുമ്പോൾ നമുക്കത് ചില കൺസെപ്റ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ് ആവുക എന്നുള്ളതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ അതിൽ നിന്ന് വരും, ഏതൊക്കെ അതിൽ നിന്ന് വരും എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബേസായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് ആ ബേസായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് +2 തലത്തിലാണെങ്കിൽ കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റുകൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ ഹയർ സെക്കൻഡറിക്ക് തന്നെ സോഷ്യൽ വർക്ക് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ഇതെല്ലാം ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. ആ പുസ്തകങ്ങൾ നോക്കുക, CBSEയുടെയും കേരള സിലബസും എടുത്ത് നോക്കുക. അത് കഴിഞ്ഞ് ഡിഗ്രി തലത്തിലുള്ള പുസ്തകങ്ങൾ, ഇപ്പോൾ ശങ്കർ റാവുവിൻ്റെ പുസ്തകമാണെങ്കിലും PD മിശ്രയുടെ പുസ്തകമാണെങ്കിലും ഭട്ടാചാര്യയുടെ പുസ്തകമാണെങ്കിലും ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള, അതേപോലെ എലിസബത്ത് എർലോക്കിൻ്റെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിക്ക് റെഫർ ചെയ്യാവുന്ന ഒരു പുസ്തകമാണ് എലിസബത്ത് എർലോക്കിൻ്റെ ലൈഫ് സ്പാൻ അപ്രോച്ച് എന്നുള്ള പുസ്തകം. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. പ്രിവെൻറ്റീവ് മെഡിസിൻ, പാർക്കിൻ്റെ പ്രിവെൻറ്റീവ് മെഡിസിൻ ഉണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വളരെ കൃത്യമായി ഡയറ്റകളും അതേപോലെയുള്ള കാര്യങ്ങളും കൃത്യമായി കാണിക്കുന്ന പുസ്തകങ്ങളാണ്. അത് നന്നായി റെഫർ ചെയ്യാം. അതേപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വെബ്സൈറ്റുകളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഗവൺമെൻറ് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം ആണെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് റിഡക്ഷൻ പ്രോഗ്രാമുകളാണെങ്കിലും പ്രിവെൻഷൻ പ്രോഗ്രാമുകളാണെങ്കിലും അതെല്ലാം നമ്മൾ
ഒഫീഷ്യൽ സൈറ്റുകൾ, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റുകൾ കയറി, വെബ്സൈറ്റുകൾ കയറി അതിനകത്ത് കൃത്യമായി അതിൻ്റെ മോട്ടോയും അതേപോലെ അതിൻ്റെ ചെയർമാനും കൺവീനറും ഒക്കെ ആരാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അത് കൃത്യമായി വളരെ ഫോക്കസ് ചെയ്ത് നമ്മൾ നോട്ടുകളാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ആധികാരികമായിട്ടുള്ള സോഴ്സുകളായിരിക്കും. പരമാവധി ക്വസ്റ്റ്യൻസൊക്കെ ആ തരത്തിൽ നമുക്ക് കണ്ടെത്തി കൃത്യമായി നമുക്ക് മാർക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ ഈ പറഞ്ഞ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഫോക്കസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഞാൻ ആ ഫോക്കസിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. സിലബസിനകത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ 4 പാർട്ടായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ എഴുതുന്ന ആളുകൾ ഈ 4 സ്ട്രീമിൽ നിന്ന് വരുന്ന ആളുകളാണ്. സൈക്കോളജി, ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, അതേപോലെ തന്നെ സോഷ്യോളജി പോലുള്ള ഏരിയയിൽ നിന്നാണ്. എന്തായാലും അവരവൻ്റെ സബ്ജക്റ്റുകൾ നന്നായി പഠിച്ചിട്ടുണ്ടാവും. ബാക്കി ചില സബ്ജക്റ്റുകൾ എല്ലാവർക്കും പ്രയാസമായിട്ടുള്ളത് ആയിരിക്കും, എല്ലാവർക്കും പഠിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചതാണെങ്കിൽ കൂടി അതൊന്നും കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന മേഖലകളാവും. അതുകൊണ്ട് ഫോക്കസ് ചെയ്ത് ഓരോ സിലബസിലും ഏത് ഏരിയയിലാണ് അവനവന് കൂടുതൽ റെഫറൻസ് വേണ്ടത് എന്നുള്ള ഒരു നിശ്ചയം നമുക്കുണ്ടാവണം. അതേപോലെ തന്നെ അത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ച് ഓരോ സിലബസ് ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇത് ഏത് സിലബസ് പാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഏത് റിലേറ്റ് ചെയ്താണ് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാവുമ്പോഴാണ് നമുക്ക് പുതിയ റെഫറൻസ് നടത്താൻ പറ്റുക. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ സിലബസ് ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിലവിൽ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളെ ആ തരത്തിൽ തന്നെ കൊണ്ടുപോകണം. അതേപോലെ ഈ പറഞ്ഞ റെഫറൻസിൻ്റെ കാര്യം, ഇനി അത് മാത്രമല്ല, ഈ ഡേറ്റകളെല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റകളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഒഫീഷ്യലായിട്ടുള്ള സോഴ്സുകളിലൂടെ റെഫറൻസ്, അതേപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടൊക്കെ നല്ല രീതിയിലുള്ള ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ഇൻഫർമേഷൻ ആഡ് ചെയ്തതുണ്ടാവാം. അതെല്ലാം ചിട്ടയോടെ റെഡിയാക്കി ഡേറ്റകളാക്കി വെച്ച് പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഈ ഫോക്കസോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകരിക്കും. അത് നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള ഒരു കാര്യമായിട്ടത് മാറും എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഫോക്കസ് വേണം, അതേപോലെ തന്നെ റെഫറൻസ് സമയം, പ്രിപ്പറേഷൻ്റെ സമയം, ഇനിയുള്ള സമയം കൃത്യമായി ചിട്ടയായി ഓരോ ഏരിയകളിലേക്കും സിലബസ് എടുത്തിട്ട് ആ സിലബസിന് സമയം നിശ്ചയിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഈ പറഞ്ഞതുപോലെ ഓരോ ഏരിയയുടെയും പർട്ടിക്കുലാരിറ്റി ഞാൻ പറഞ്ഞു, ആ ഏരിയയായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് വരാവുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഒരു പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം നിങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് പോവർട്ടി എന്താ, റിലേറ്റീവ് പോവർട്ടി എന്താ, പോവർട്ടിയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിട്ടുള്ള സമ്മിറ്റുകൾ, അതുപോലുള്ള കാര്യങ്ങൾ, ലോകോത്തരമായിട്ട് നടന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ റെഫറൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ബേസിക് കൺസെപ്റ്റും അതേപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത റീസെൻ്റ് ആയിട്ട് വന്ന കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. വിമൻ എംപവർമെൻറ്റ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ വിമൻ എംപവർമെൻറ്റിൽ ഏറ്റവും 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ തന്നെ വരും. അതേപോലെ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മുതൽ നിലവിൽ നടക്കുന്ന 2014 2023 വന്നിട്ടുള്ള പുതിയ പദ്ധതികൾ ധാരാളമുണ്ട്. ആ പദ്ധതികൾ വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെഫറൻസിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഉള്ള ഒരു രീതിയിലേക്ക് അത് പഠിച്ചെടുക്കണം. അത്തരത്തിലുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് റെക്കോർഡർ ക്ലാസ്സുകളിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, ലൈവ് ക്ലാസ്സുകൾക്കകത്തും ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഈ ബുക്സും മറ്റു കാര്യങ്ങളും റെഫർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സുകൾ റെഫർ ചെയ്യാൻ വേണ്ടി നോക്കുക. 2 തരത്തിലുള്ള പ്രാക്ടീസും ഉണ്ടാവണം. അതായത് ഡാറ്റ കൃത്യമായിട്ട് നമ്മൾ ആവശ്യാനുസരണം പ്രാക്ടീസ് ചെയ്യുകയും പിന്നീട് ഈ പറഞ്ഞതുപോലെ റെഫറൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസും ഒപ്പം കൊണ്ടുപോകണം. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. വളരെ ആത്മവിശ്വാസത്തോടുകൂടി പ്രിപ്പയർ ചെയ്യുക. ആത്മവിശ്വാസമാണ് വളരെ പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ ഘടകം നോക്കുക. നമ്മളൊരു വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസും പിന്നീട് നമുക്ക് ആത്മവിശ്വാസമാണ്. ഫോക്കസ് ചെയ്താൽ മാത്രമേ നമ്മളെ ഗോൾ നമുക്കുണ്ടാവുകയുള്ളൂ. ഫോക്കസുള്ള ആളുകൾക്ക് മാത്രമേ കൃത്യമായിട്ട് ആ ലക്ഷ്യങ്ങൾ എത്താൻ പറ്റൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ കൂടെ ചിട്ടയായി നമ്മൾ കൊണ്ടുവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് എന്ന് പറയുന്നതും കോൺഫിഡൻസ് എന്ന് പറയുന്നതും നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ നമ്മളെ ഒപ്പം നിർത്താൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഫോക്കസ് ഇല്ലാതിരിക്കുകയും ആത്മവിശ്വാസം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം വളരെ റിച്ചായിട്ട് നമുക്കുണ്ടെങ്കിലും അതിനെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ പഠനത്തിൻ്റെ ഒരു ഏറ്റവും ബേസിക് സംഗതി ഫോക്കസാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ: സിലബസ് ഫോക്കസ് ചെയ്യുക,
ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സിലബസും റിലേറ്റ് ചെയ്യുക, നിങ്ങളുടെ സിലബസിനകത്ത് ആ ഏരിയകളിനകത്ത് ഫോക്കസ് ചെയ്യുക. അത് ഏത് തരത്തിലാണ് എന്നുള്ളൊരു ടൈപ്പാണ് ഞാനിവിടെ പറഞ്ഞത്. ആ തരത്തിൽ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു ഘടകം ഞാൻ വീണ്ടും പറയുകയാണ്. കൂടുതൽ ആളുകൾ വളരെ വലിയ രീതിയിൽ എഴുതുന്നവരല്ല, ഈ പരീക്ഷ എഴുതുന്നവരിൽ എല്ലാവരും മിക്കവാറും അവരവൻ്റെ സബ്ജക്റ്റ് പഠിച്ച ആളുകളാണ്. അതിൽ തന്നെ ആ സബ്ജക്റ്റ് പഠിച്ച എല്ലാ ആളുകളും ഇതിന് അപ്ലൈ ചെയ്യുന്നില്ല. അതിൽ തന്നെ പലരും മറ്റു പല പരീക്ഷകളുടെ ഫോക്കസിലാണ്. ഇതിനെ അപേക്ഷിച്ച ആളുകളിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് മറ്റു പരീക്ഷയെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതുകൊണ്ട് ഫോക്കസ് ചെയ്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് റാങ്ക് ലിസ്റ്റിനകത്ത് കയറാൻ പറ്റുന്നതാണ്. നല്ല ജോബ് എന്നുള്ള രീതിയിൽ ജോബിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. പഠനം ഈ രീതിയിൽ തന്നെ പോകട്ടെ. ഓരോ ഏരിയയിലും എസ്പെഷ്യലി സോഷ്യോളജിയും സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏരിയകളിലൊക്കെ, സബ്സ്റ്റൻസ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏരിയകളിലൊക്കെ റീസെൻ്റ് ആയിട്ട് വന്ന മാറ്റങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കണം. അതിൻ്റെ ഡാറ്റകളുടെ നമ്മുടെ ക്ലാസ്സിൽ, അത് റെക്കോർഡർ ക്ലാസ്സിനകത്ത് ആ മാറ്റങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ പെർട്ടിക്കുലറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന പാർട്ടുകളിലുണ്ട്. അതുപോലെ മറ്റു സബ്ജക്റ്റുകളിൽ തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ സൈക്കോളജിയിലൊക്കെ നോക്കുമ്പോൾ തന്നെ ICD DSM ക്ലാസിഫിക്കേഷനുകളൊക്കെ ഏറ്റവും പുതിയ വേർഷനുകളൊക്കെ നോക്കി വെക്കണം. പഴയത് കഴിഞ്ഞതിൽ ഇപ്പോൾ ICDയുടെ DSMൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് റിവിഷൻ വന്ന സമയം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ റെഫർ ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം. അപ്പോൾ ആ ഏരിയകളിൽ നിന്നൊക്കെ ഈ പറഞ്ഞതുപോലെ മാറി വരുന്ന പുതിയ പുതിയ കോൺസെപ്റ്റുകൾ, പുതിയ പുതിയ സാഹചര്യങ്ങളിലെ സംഗതികൾ, ജെൻഡർ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബില്ലുമായി ബന്ധപ്പെട്ട ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റുള്ള ബേസിക് കോൺസെപ്റ്റുകളിലുള്ള ഹോം സയൻസിലെയും ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിലെയും ബയോളജിയിലേക്കുള്ള ബേസിക് കോൺസെപ്റ്റുകൾ, ബേസിക്കായ കാര്യങ്ങൾ, അതും ഒരു ഭാഗത്ത് നമുക്ക് അറിവുണ്ടാവണം. എല്ലാ തരത്തിലുള്ള അറിവുകളെയും പരീക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ന ക്വസ്റ്റ്യൻസേ ചോദിക്കാവൂ എന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യവും നമുക്കറിയണം. ഏറ്റവും റീസെൻ്റ് ആയ ഒരു കാര്യം അറിയണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1947 അല്ലെങ്കിൽ 52 തുടങ്ങിയ ഒരു പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിന് നിങ്ങൾക്കറിയണം. അതേസമയം തന്നെ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റേഞ്ചാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോക്കസ് ചെയ്ത് നമുക്ക് ഓരോന്നിനും ആൻസർ കണ്ടെത്താൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.